നമസ്കാരം. അപ്പോൾ നമുക്കിന്നൊരു ചങ്ക്സ് റോസ്റ്റ് ചെയ്താലോ? അപ്പോൾ അതിനായിട്ട് കുറച്ച് സോയാബീനും 2 പൊട്ടറ്റോയും എടുത്തു. പൊട്ടറ്റോ നമ്മൾ ക്യൂബ്സായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തു. സോയാബീനെ നമ്മൾ നന്നായി കഴുകിയിട്ട് ഈ പൊട്ടറ്റോയും സോയാബീനും ഇട്ട് നന്നായിട്ട് 3 മിനിറ്റ്സ് ബോയിൽ ചെയ്തു. അതിനുശേഷം നമ്മൾ സോയാബീനകത്തെ നന്നായിട്ട് അതിനെ പിഴിഞ്ഞെടുത്ത് നമ്മൾ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ 3 ടീസ്പൂൺ കോൺഫ്ലോർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം. ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ, അതും നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് റോസ്മേരി, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ, ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് ഞാൻ ഉപയോഗിച്ചത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, നല്ല കളറ് കിട്ടും നമ്മൾ ആ ഫ്രൈ ചെയ്ത് വരുന്നത്. പിന്നെ എഗ്ഗ് നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, മെൽറ്റഡ് ബട്ടർ അതിന് പകരം ഉപയോഗിക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സോൾട്ടും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മിക്സറിനെ നിങ്ങൾ 30 സെക്കൻഡ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ സോയാബീനും പൊട്ടറ്റോയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊരു 5 മിനിറ്റ്സ് നമ്മൾ വെക്കുക. ഓക്കെ, അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുക്കുക, അതിലേക്ക് ഇച്ചിരി ഗീ ബട്ടർ തടവിയിട്ട് നമ്മൾ ഇതിനെ ഇട്ട് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെക്കുന്നു. ഓക്കെ, ഞാനിത് അടച്ച് വെച്ചേക്കുന്നത് പച്ചമുളക് തെറിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അതിനുശേഷം നല്ല സൂപ്പറായിട്ട് ഇത് ഫ്രൈ ചെയ്ത് നല്ല സ്മെല്ലോട് കൂടി കിട്ടും. അപ്പം എനിക്ക് ഒരു ഇച്ചിരി മസാല അധികം വന്ന് എഗ് റോസ്റ്റിൻ്റെ രാവിലെ, അപ്പോൾ ആ മസാല ഞാനെടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സോയാബീൻ പൊട്ടറ്റോയും ഇട്ട് നമ്മുടെ സോയ പൊട്ടറ്റോ റെഡി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.